നമുക്കെല്ലാവർക്കും അറിയാം, പെൺകുട്ടികൾക്ക് പൊതുവെ അപ്പന്മാരുടെ ഒരു സ്നേഹക്കൂടുതലും ആൺകുട്ടികൾക്ക് പൊതുവെ അമ്മമാരോട് സ്നേഹക്കൂടുതലും അങ്ങനെയാണല്ലോ പറയുന്നത്. ഈ അമ്മപുത്രന്മാർ എന്ന രീതിയിൽ ഈ ആൺമക്കളെ സത്യം പറഞ്ഞ അമ്മമാരാണ് അങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇവരാ വളർന്നു വരുന്ന സമയത്ത് ഈ അമ്മമാർ തന്നെ പറയും, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന കറിയെ അവന് ഇഷ്ടമുള്ളൂ, ഞാൻ ചെയ്യുന്ന രീതിയെ അവന് ഇഷ്ടമുള്ളൂ, ഞാൻ വിളമ്പി കൊടുത്താലേ അവൻ കഴിക്കത്തുള്ളൂ, കണ്ടോ അവൻ കഴിക്കാതിരിക്കുന്നത് കണ്ടോ, ഞാൻ കൊടുക്കാത്തത് കൊണ്ട് ഇവരിങ്ങനെ സ്വയം പറയും. ഇത് അമ്മമാർക്ക് ആ മക്കളോടുള്ള ഒരു സ്നേഹക്കൂടുതലാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സംഭവമുണ്ട്. ഈ അമ്മമാർ ഈ ആമക്കൾ വളർന്നു വരുന്ന സമയത്ത് ഇവർക്ക് ഇവരുടേതായ യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കത്തില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് വേണേൽ പറയാം, സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ സമയം മുതലേ അമ്മമാരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. പിന്നെ സ്കൂൾ പഠനം കഴിഞ്ഞു, കോളേജിൽ പഠനമായി. കോളേജിലെ പഠനം എന്ന് പറയുമ്പോൾ ആ സമയത്താണല്ലോ പെൺകുട്ടികളൊക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂട്ടുകൂടുന്ന ഒരു സമയം. അങ്ങനെ കൂട്ടുകൂടുന്ന സമയത്തും ഇതുപോലുള്ള അമ്മമാർ പെൺകുട്ടികളുമായിട്ട് കൂട്ടുകൂടാനോ അവരുമായിട്ട് ഏതെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളാണെ പോലും ചാറ്റ് ചെയ്യാനോ ഒന്നും ഈ അമ്മമാർ സമ്മതിക്കത്തില്ല. പിന്നെ അവരുടെ ആ കോളേജ് കാലഘട്ടവും കഴിഞ്ഞു, ഒരു ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സമയത്തും കൂടെ ജോലി ചെയ്യുന്ന പിള്ളേരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്താലോ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഫോൺ കോൾ വന്നാലോ ഈ അമ്മയ്ക്ക് അങ്ങ് സംശയമാണ്. അമ്മ പുറകെ നടന്ന് ചോദിക്കും, അവളെന്തിനാ ഫോൺ വിളിച്ചത്, 2 പ്രാവശ്യം വിളിച്ചല്ലോ, എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? ഇങ്ങനെ പുറകെ നടന്നുള്ള ചോദ്യവും ചില സമയത്ത് നിർബന്ധിച്ച് ആ ഫോട്ടോ ഡിലീറ്റ് ആക്കുകയും ആ ഫോൺ നമ്പർ ഡിലീറ്റ് ആക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം, ആവശ്യമില്ലാത്ത ഒരു കൂട്ടുകെട്ടിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയാണ് അമ്മമാർ ഇങ്ങനൊരു കൺട്രോൾ കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നാളെ ഒരു സമയത്ത് ഈ മകൻ്റെ കല്യാണം കഴിഞ്ഞാലും ഈ അമ്മയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. ഇവരിതുപോലെ തന്നെ ആയിരിക്കും. അന്നും അവർ പറയും, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന കറിയാണ് അവന് ഏറ്റവും ഇഷ്ടം, ഞാൻ വിളമ്പി കൊടുത്താലേ അവൻ കഴിക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം വിവാഹം കഴിഞ്ഞതിന് ശേഷം പറയുമ്പോഴാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഭാര്യ പറയും, ഞാൻ വിളമ്പി കൊടുക്കാം, അമ്മ പറയും, വേണ്ട, അവനിഷ്ടം ഞാൻ വിളമ്പി കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സമയം വരുമ്പം ഈ മകൻ ആരുടെ സൈഡിൽ നിൽക്കും? അവസാനം അവിടുത്തെ വില്ലത്തി ആരാകും? അവിടുത്തെ പ്രശ്നക്കാരി ആരാകും? കയറി വന്ന ആ പെങ്കൊച്ച്. സത്യത്തിൽ ഇവരെന്തിനാ ഇങ്ങനെ എൻ്റെ മകൻ എന്നും പറഞ്ഞ് ഈ ആൺമക്കളെ ഇങ്ങനെ വട്ടം പിടിച്ച് നിർത്തുന്നത്? ഈ സ്നേഹം കാണിച്ചു കൊടുത്ത് അവൻ്റെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും എന്തിനാ ഇല്ലാതാക്കുന്നത്? ഈ രീതിയിലുള്ള സ്നേഹം ശരിക്കും അമ്മയ്ക്കും മകനോടുള്ള സ്നേഹം തന്നെയാണ്. എന്നാൽ ഈ രീതിയിലുള്ള സ്നേഹം സത്യത്തിൽ ആ കൊച്ചിൻ്റെ മനസമാധാനം കളയുക, അവനെ ധർമ്മസങ്കടത്തിലാക്കുക. അവൻ ആരുടെ സൈഡ് നിൽക്കും? ആരുടെ വശം പറയും? അതുകൊണ്ട് ആ മക്കളെ ഇങ്ങനെ വട്ടം പിടിക്കുന്ന അമ്മമാർ ഓർക്കുക, ആ മക്കളെ അവരുടെ വഴിക്ക് വിട്. ചെറിയ പ്രായത്തിൽ ഒരു കൺട്രോള് ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അത് വളരും തോറും നിങ്ങൾ ആ കൺട്രോൾ ചെയ്യുന്ന രീതിയും നിങ്ങൾ അവനെ മുറുകെ പിടിക്കുന്ന രീതിയും മാറ്റി അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്, അവനെ സ്വാതന്ത്ര്യത്തിന് വിട്.